രാഹുൽ മാങ്കൂട്ടത്തിനെ പിച്ച് ചെയ്യുന്ന നടക്കുന്നവർക്ക് കേൾക്കാനായി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഇന്ന് ഹൈക്കോടതിയിൽ എത്തുകയാണ്. ഇന്ന് വരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു വാർത്ത വന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കേസും ഗ്രാഫും നോക്കിക്കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമാണെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ ആശ്വസിക്കാനുള്ള വകയില്ലാത്ത തരത്തിലേക്ക് കൂപ്പുകുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ പിന്നീട് വീണ്ടും സെഷൻസ് കോടതിയിൽ അത്തരം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ആശ്വാസം ഉണ്ടാകുന്നു. വീണ്ടും താഴേക്ക് പോയി കഴിഞ്ഞ് വീണ്ടും നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കേസിൽ ആശ്വാസമെങ്കിൽ രണ്ടാമത്തെ കേസിൽ ആശ്വാസമല്ലാത്ത വാർത്ത വരുന്നു. മൂന്നാമതായി വീണ്ടും ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ ഇന്ന് എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ, അതായത് 11-ാം തീയതി പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പോടും കൂടി രാഹുൽ മാങ്കൂട്ടം എല്ലാവരുടെയും മുന്നിലേക്ക് എത്തിയിരുന്നു. അന്ന് വോട്ടിട്ടതിന് ശേഷം പിന്നീട് അദ്ദേഹം സുഹൃത്തിന്റെ വീട്ടിലും പിന്നീട് സ്വന്തം വീട്ടിലും ഒക്കെ പോയി. ഇപ്പോൾ പത്തനംതിട്ടയിലെ അടൂരിലെ വീട്ടിലാണ് ഉള്ളത്. അടൂരിലെ വീടിന് മുന്നിലൊക്കെ SIT സംഘവും ഉണ്ട്. ഇത് ഇന്നത്തെ ഒരു ഹൈക്കോടതിയുടെ നീക്കം വളരെ നിർണായകം തന്നെയാണ്. കാരണം ഇന്നൊരു പക്ഷേ ഈ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നീക്കവും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. രാത്രിക്ക് രാത്രി രാഹുൽ മാങ്കൂട്ടം പത്തനംതിട്ട വിട്ടു എന്നടക്കമുള്ള വാർത്തയും വരുന്നുണ്ട്. എന്നാൽ അങ്ങനെയില്ല, പത്തനംതിട്ടയിൽ തന്നെ അദ്ദേഹം തുടരുന്നുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട്. എന്തായാലും ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണിക്കും. തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടിയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് K ബാബുവിന്റെ ബെഞ്ചാണ് ഹർജിയിൽ വിശദമായ വാദം കേൾക്കുന്നത്. ഹർജിയിൽ തീർപ്പാക്കുന്നതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് കോടതി ഇന്നുവരെ നീട്ടിയിരുന്നു. പരാതിക്കാരിയുമായി തനിക്ക് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് എന്നും രാഷ്ട്രീയ വൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്നുമാണ് രാഹുലിന്റെ വാദം. എന്നാൽ ലൈംഗിക അതിക്രമത്തിനും നിർബന്ധിത ഗർഭചിത്രത്തിനും രാഹുൽ മുതിർന്നുവെന്നും ഇതിന് മതിയായ തെളിവുകൾ ഉണ്ടെന്നുമാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. കേസ് ഡയറിയും അന്വേഷണ പുരോഗതിയും സംബന്ധിച്ച റിപ്പോർട്ട് പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയേക്കും. കാരണം കൃത്യമായ കേസ് ഡയറി ഹാജരാക്കണമെന്ന് കോടതി തന്നെ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം രാഹുലിനെതിരായ മറ്റൊരു ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചിരുന്നു. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളത്. ഇന്നത്തെ വാദത്തിന് ശേഷം ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കും. കേസിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടി രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ബാംഗ്ലൂരിലെ മലയാള യുവതിയെ മാനഭംഗപ്പെടുത്തിയ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെയുള്ള സർക്കാർ അപ്പീൽ ക്രിസ്മസ് അവധിക്ക് ശേഷം മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വ്യക്തമാക്കിയത്. മറുപടി സമർപ്പിക്കാൻ രാഹുലിന് സമയം അനുവദിച്ചതായിരുന്നു ജസ്റ്റിസ് ബിജു എബ്രഹാമിന്റെ നടപടി. രാഹുലിനെതിരെ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണ് ആദ്യത്തെ കേസ് ജസ്റ്റിസ് രജിസ്റ്റർ ചെയ്തത്. KPCC പ്രസിഡന്റിന് ലഭിച്ച പരാതിയിലാണ് രണ്ടാമത്തെ കേസും രജിസ്റ്റർ ചെയ്തത്. രാഹുലിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നും കാട്ടി ബാംഗ്ലൂരിൽ താമസിക്കുന്ന 23 വയസ്സുകാരി നൽകിയ പരാതിയിലായിരുന്നു തുടർ നടപടികൾ. എല്ലാ തിങ്കളാഴ്ചയിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി ഒപ്പിടണമെന്ന ഉപാധികളോടെയാണ് ഡിസംബർ 10-ന് കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. എന്നാൽ അങ്ങനെ ഒരു നീക്കം, അങ്ങനെ ഔദ്യോഗികമായി ഒരു അറിയിപ്പ് കിട്ടിയിരുന്നില്ല എന്നതിനെ തുടർന്ന് രാഹുൽ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് എത്തിയില്ലായിരുന്നു. വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. 16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ രാഹുൽ ഈശ്വറും കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു.